ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂൺ ഇന്ന് നെയ്ച്ചോറാണ് ഗൈസ്. ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇതാ പപ്പടം പൊരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കറി മത്തി വരട്ടിയതാണ്. ഇതാ വരട്ടാൻ വെച്ചിട്ടുണ്ട്. തക്കാളിയും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നല്ല വറ്റി വന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ. തക്കാളി പുളി മുളക് ഒക്കെ ഇട്ട് വരട്ടാൻ വെച്ചതാണ്. പപ്പടം പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ പപ്പടം ഓരോന്നായി ഇതാ പൊരിച്ചെടുക്കട്ടെ. കറി ഇവിടെ തിളക്കുന്നുണ്ട്. മത്തി നല്ലോണം വരട്ടുന്നില്ല, കാരണം ചോറുന്നാൻ പാകത്തിനുള്ള ഒരു വരട്ടൽ. അപ്പം ഇന്ന് പൊരിക്കുന്നൊന്നുമില്ല. അപ്പം മീനൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ജസ്റ്റ് മീനൊന്നും പൊരിക്കുന്നില്ല. എല്ലാവരും പപ്പടം കുത്തിയാണ് എടുക്കൽ. ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഇത് നല്ലൊരു മോനയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. ഈ കത്തീൻ്റെ മണമുള്ളതുകൊണ്ട് വേഗം കിട്ടും. അതാണ് ഞാനിങ്ങനെ. ആരുമില്ല, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചോറിനവർക്ക് വേണ്ടി വരില്ല. രണ്ടാൾ പുറത്തുനിന്ന് സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് കരുതാ വേണം കഴിച്ചോട്ടെ. അപ്പോൾ ഞാനും പിന്നെ പൊറോക്കേൻ്റെ അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്പടം ലാസ്റ്റ് പൊരിച്ച് കഴിഞ്ഞു. ഒരു പാക്കറ്റിൽ 10 പപ്പടം. കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വരണ്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ച് വറ്റട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കരുതും ഇത് വെള്ളമായിട്ടില്ല, അതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഒരാൾ ഉണ്ടെന്നല്ലോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കണ്ട ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ടേസ്റ്റ് നോക്കി സൂപ്പർ. നമ്മൾ കുറച്ച് വറ്റി വരട്ടെ, എന്നിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കടലാസിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഡബ്ബയിൽ, ഞാനിപ്പോൾ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഞാനിപ്പോൾ ഇത് കവറിലാണ് സൂക്ഷിച്ചത്. അപ്പോൾ ഇത് വൈകുന്നേരം വരെ ഇതുപോലെ ഇരിക്കും കേട്ടോ. കുട്ടികളാറ്റം വേണം വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് കരുതി ഞാനിപ്പോൾ ഇതിലിങ്ങനെ വെക്കുകയാണ്. ഡബ്ബയിലും വെക്കാം, അല്ല അതുപോലെ ഇരിക്കും. പക്ഷെ വേറെ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ കാര്യസ്ഥൻ, അത് അടുത്ത ഗുമസ്തൻ. ഇതാ ഒരാൾ അങ്ങനെ ഇവിടെ എല്ലാവരും എടുക്കുകയും കേട്ടോ. എല്ലാവരും മീനൊക്കെ മുറിച്ച് തിന്ന് ഇങ്ങോട്ടോക്കട ചെക്കനാ. അപ്പം മഴ ഇപ്പം 2 ദിവസമായിട്ട് കുറവാണ്. അപ്പോൾ ഇത് നല്ല കാലാവസ്ഥ, നല്ല വെയിലാണ്. അടി അടിക്കും പോലത്തെ വെയിലാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇടിമിന്നൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം കാർമേഘമെല്ലാം കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.